വേണുവേട്ടന്റെ വീട്ടിൽ പോയപ്പോ നേരിട്ട് കണ്ടതല്ലേ, കാണാൻ പാടില്ലാത്ത കാഴ്ചകളൊക്കെ. അതൊക്കെ കണ്ടിട്ട് അച്ഛൻ പോലും വേണുവേട്ടനെ തള്ളി പറഞ്ഞതല്ലേ. ഒക്കെ ശരിയാണ് എന്ന് കരുതി നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ സത്യമാണെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? ചില സമയത്ത് കൈകളെക്കാൾ നല്ല ആയുധം നാവാണമേ. മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്തവർ പോലും ചിലപ്പോ മരണത്തെക്കുറിച്ച് ചിന്തിക്കും ചില വാക്കുകൾ കേൾക്കുമ്പോൾ. നമുക്ക് ജീവിക്കണം വേണു. നമ്മളെ തെറ്റി പറഞ്ഞവർ സ്വയം തിരുത്തി പറയുന്നത് വരെ നമുക്ക് ജീവിക്കണം. മോളെ, ഊർമിള കയറി വന്നപ്പോ ഇവിടെ എല്ലാവരുടെയും മുഖത്ത് പന്തം ജ്വലിച്ചു നിൽക്കുകയായിരുന്നു. അമ്മയാകാൻ പോകുന്ന ഒരു പെണ്ണിനോട് പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞു. ശത്രുവിനെ കൺമുമ്പിൽ കണ്ടപ്പോ കീറി മുറിക്കാനുള്ള ആവേശം അത് നിന്റെ സംസാരത്തിലും പ്രകടമായിരുന്നു. പിന്നെ ഞാൻ എന്തു വേണമായിരുന്നു വെച്ചാ, അവള് കയറി വന്നപ്പോ 8 കൂട്ടം സദ്യ ഒരുക്കി സൽക്കരിക്കണമായിരുന്നോ? അതോ എന്റെ വേണുവേട്ടനെ മയക്കിയെടുത്ത കഴിവിനെ അഭിനന്ദിക്കണോ? ഒന്നും വേണ്ട, കുറച്ചുകൂടി മാന്യമായ ഭാഷയിൽ സംസാരിക്കാമായിരുന്നു. അഴിഞ്ഞാടി നടക്കുന്ന ഒരുവളോട് പറയാവുന്ന ഏറ്റവും നല്ല ഭാഷയാ അവളോട് പറഞ്ഞത് ഞാനും അമ്മയൊക്കെ. അമ്മയുടെ കാര്യം വിട്. ആരോട് എപ്പോ എന്ത് പറയണമെന്നറിയാത്ത വിവരദോഷിയാവള്. അതുപോലല്ലോ നീ. കാര്യങ്ങൾ കുറച്ചുകൂടി പാകതയോടെ കാണാൻ കഴിയുന്നവളാ. വേണുവിനെ തട്ടിയെടുത്തവൾ ഒരിക്കലും വേണുവിനായി വാദിക്കാൻ ഇവിടെ വരില്ല. നല്ലൊരു ചെറുപ്പക്കാരനെ പങ്കാളിയായി കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ, നല്ലൊരു ജീവിതം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അവൾ വേണുവിനൊപ്പം വേണുവിൻ്റെ വീട്ടിൽ കഴിയത്തേയുള്ളൂ. പക്ഷെ അവൾ വന്നു. എന്തിന്? ആർക്കു വേണ്ടി? അച്ഛൻ ആ കുട്ടിയെ ന്യായീകരിച്ചതല്ല. എങ്കിലും ചിന്തിച്ചപ്പോൾ ആകെ ഒരു കുത്തല്, വല്ലാത്തൊരു ഭയം. തെറ്റിദ്ധാരണ മൂലം കണ്ണു മൂടിക്കെട്ടിയവരുടെ അന്ധത മാറ്റി അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ, നിന്റെയും വേണുവിൻ്റെയും റീയൂണിയൻ അവൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ മുഖം തിരിച്ചു നിൽക്കുന്നത് ശരിയാണോ മോളെ? അവളെ കരയിച്ചു പറഞ്ഞയച്ചത് ശരിയാണോ? അച്ഛൻ തന്നെ ഇത് പറയണം. വേണുവേട്ടന്റെ വീട്ടിൽ പോയപ്പോ നേരിട്ട് കണ്ടതല്ലേ, കാണാൻ പാടില്ലാത്ത കാഴ്ചകളൊക്കെ. അതൊക്കെ കണ്ടിട്ട് അച്ഛൻ പോലും വേണുവേട്ടനെ തള്ളി പറഞ്ഞതല്ലേ. ഒക്കെ ശരിയാണ് എന്ന് കരുതി നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ സത്യമാണെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? അച്ഛന് പറ്റില്ലായിരിക്കും, പക്ഷെ എനിക്ക് പറ്റും. ഊർമിള വീട് വിട്ടു പോയതറിഞ്ഞ് എന്റെ കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ച് സന്തോഷത്തോടെ തിരികെ ചെന്നതാ ഞാൻ. എന്നിട്ട് എന്നെയോ കുഞ്ഞുങ്ങളെയോ സ്വീകരിക്കാൻ അയാൾക്ക് നേരെയില്ല. അപ്പോഴും പോയിരിക്കുന്നു ആ വൃത്തികെട്ടവളുടെ അടുത്തേക്ക്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കണ്ട, നശിച്ചു പോകത്തേ ഉള്ളൂ. അവളുടെ കൈ കൊണ്ട് തന്നെയായിരിക്കും അയാളുടെ നാശവും സംഭവിക്കുക. പാടില്ല മോളെ, നമ്മൾ ആരെയും ശപിക്കാൻ പാടില്ല. ഒരാളുടെ നാശം അനിവാര്യമാണെങ്കിൽ അതിന് വേദി ഒരുക്കുന്നത് എല്ലാം അറിയുന്ന സർവേശ്വരനാണ്.
സത്യം എന്തെന്നറിയാൻ കഴിയുന്നതും ആ ശക്തിക്ക് മാത്രമാണ്. പിന്നെ നമ്മുടെ ഭാഗത്ത് കറ പുരണ്ടിട്ടുണ്ടെങ്കിൽ അഗ്നിയിലിട്ടാലും അത് കത്തി തീർന്നെന്ന് വരില്ല. എന്നുവെച്ചാ വേണുവും ഊർമിളയും നിരപരാധികളാണെങ്കിൽ നമ്മളവരെ നനച്ചു കൊള്ളിവെക്കുകയായിരുന്നെന്നർത്ഥം. ആഹാ, എന്റെ മക്കളിത്ര വേഗം വന്നോ? പോയിക്കോ, പോയി ഡ്രസ് മാറിക്കോ. ആ, അവരെ കുറച്ചുകൂടെ ചുറ്റിക്കറങ്ങിച്ചിട്ട് വന്നാ മതിയായിരുന്നു. എന്തിനാ ധൃതിയിൽ കൊണ്ടുവന്നത്? മുറിക്കുള്ളിൽ അടച്ചുപൂട്ടി ഇരിക്കാനല്ലേ? പുറത്താകുമ്പോ നല്ല ശുദ്ധവായും മനസ്സിന് അല്പം സന്തോഷമൊക്കെ ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയേനെ. ഇപ്പോഴും മതിയായി പോന്നതല്ല, മതിയാക്കി പോരേണ്ടി വന്നതാ. ആ, അതെന്താ? ഒരു ശകനക്കാഴ്ച പോലെ മുന്നിൽ വന്ന് അവതരിച്ചു. ആര്? അവനെ ആ വേണു അയ്യോ, എന്നിട്ട്? കണക്കിന് കൊടുത്തു. കുട്ടികളോട് അച്ഛനെന്ന ബന്ധവും പറഞ്ഞ് സ്നേഹം കാണിക്കാൻ വന്നതാ. അവരെ കയ്യിൽ നിന്നും കിട്ടി. അത് പിന്നെ അവരും പള്ളിക്കിലെ ചോരല്ലേ? അപ്പൊ പിന്നെ അങ്ങനെ ഒരു മനസ്സ് ആ കുഞ്ഞുങ്ങൾക്കും കാണാതിരിക്കുവോ? ഏതായാലും മുന്നിൽ വന്ന് പെട്ട സ്ഥിതിക്ക് അവന്റെ ശരീരം നന്നായിട്ട് നോവിച്ചു വിടണ്ടായിരുന്നു. ചില സമയത്ത് കൈകളെക്കാൾ നല്ല ആയുധം നാവാണമേ. മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്തവർ പോലും ചിലപ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കും, ചില വാക്കുകൾ കേൾക്കുമ്പോൾ. അത്തരത്തില് ചങ്കിക്കൊള്ളുന്ന പദപ്രയോഗം നടത്തി ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോ പ്രജ്ഞ നഷ്ടപ്പെട്ട് നിൽക്കുന്ന അവന്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. ഇപ്പൊ വല്ലാത്തൊരു കുളിര്, ഒരു സുഖം. ദേ, ഇന്നവന് കണ്ണടയ്ക്കാൻ കഴിയില്ല. ഉറങ്ങാൻ തുടങ്ങുമ്പോഴേ മനസ്സിൽ അലയടിക്കുന്ന എന്റെ വാക്കുകളായിരിക്കും. ഇന്നല്ല, അവൻ ഉറങ്ങരുത് ഒരിക്കലും. ഈ ജന്മം മുഴുവൻ ഉറങ്ങാൻ കഴിയാതെ ഭ്രാന്ത് പിടിച്ചവനെ പോലെ അലയണം അവൻ. ഗതി കിട്ടാതെ അലയണം. അതാണ് എന്റെ മോടെ കണ്ണീരിന് ഞാൻ കാണുന്ന പരിഹാരം.
ഇതൊന്നും മുൻപ് പതിവുള്ളതല്ലല്ലോ. സ്വയം നശിക്കാൻ തന്നെ തീരുമാനിച്ചുറച്ചോ? ഞാൻ ഓർക്കുന്നു പഴയ വേണുവിനെ. ഹരിയേട്ടൻ ഒരു 100 തവണ നിർബന്ധിച്ചിട്ടാ വേണു ഒരു പെഗ്ഗെങ്കിലും കഴിക്കുക. ആ വേണുവിന് ഈ ഒരു ലഹരി ഇല്ലാതെ ഇപ്പൊ പറ്റാതായി അല്ലേ? ഇത്രയ്ക്ക് നിരാശയാണോ? ഒരിക്കലും നിരാശ തോന്നരുത്. ജീവിതത്തിന് പ്രതീക്ഷകൾ ഉണ്ടാവണം. എല്ലാ വിഷമങ്ങളെയും നേരിടാൻ മനസ്സ് പാകമായിരിക്കണം. ഞാൻ ഈ ജീവിതത്തിൽ നിന്നും സ്വയം ഉൾക്കൊണ്ട പാഠമായത്. വേണു തന്നെയല്ലേ എന്നോട് പറഞ്ഞത്, ജീവിക്കാനും ജീവിതത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും ഒപ്പം കൊണ്ട് നടക്കേണ്ട ഊർജം ലക്ഷ്യമാണെന്ന്. എന്നിട്ട് ആ വേണുവിന്റെ ലക്ഷ്യം പിഴയ്ക്കാണോ? പാടില്ല വേണു. വേണുവിന് പിഴയ്ക്കരുത്. വേണുവിന് പിഴച്ച ഈ ഊർമിളയുടെ താളം തെറ്റിപ്പോ. നമുക്ക് ജീവിക്കണം വേണു. നമ്മളെ തെറ്റി പറഞ്ഞവർ സ്വയം തിരുത്തി പറയുന്നത് വരെ നമുക്ക് ജീവിക്കണം. മറ്റൊന്നിനുമല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ തെറ്റുകാരല്ലെന്ന് മനസാക്ഷിയെ നിർത്തി സ്ഥാപിച്ചെടുക്കാൻ. അതിനുവേണ്ടി നമ്മൾ ജീവിക്കണം. ജീവിതം, എനിക്ക് ആ വാക്ക് കേൾക്കുന്നത് പുച്ഛ. വേദനകൾ മാത്രം തന്ന ഈ ജീവിതത്തോട് എനിക്ക് പുച്ഛ. എന്തിനാ ഒരു ജീവിതം? ആർക്കു വേണ്ടിയാ ജീവിക്കുന്നത്? എനിക്ക് എന്റെ ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? ദുഃഖിക്കാൻ, വെറുതെ മറ്റുള്ളവരെ ദുഃഖിപ്പിക്കാൻ. തനിക്കറിയോ ഊർമിളെ, ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭാര്യ ആഗ്രഹിക്കുന്നത് എന്റെ മരണം. ഉയരൂട്ടി വളർത്തിയ മക്കൾ എന്റെ മരണം കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് പൊരുത്തപ്പെട്ടിരിക്കുന്നു. കുടുംബവും ബന്ധുക്കളും എനിക്ക് ഇരിക്കപ്പിണ്ടത്തിന് ബലിച്ചോറൂട്ടി കാത്തിരിക്കുക. കർക്കിടകത്തിന് ബലിയിടാൻ. വീണു മരിച്ചു. ഉറ്റവരുടെ ഉടയവരുടെ മനസ്സിൽ നിന്നും വീണു മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ താൻ കാണുന്ന തന്റെ മുന്നിൽ നിൽക്കുന്ന വേണു, ആ വേണു ഇന്ന് നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ മാത്രമേ ജീവിക്കുന്നുള്ളൂ. മറ്റാരുടെയും ഓർമ്മകളിൽ പോലും ജീവിക്കുന്നില്ല. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും മൃതലയും കുട്ടികളും എനിക്ക് നഷ്ടപ്പെടില്ലെന്ന് വിചാരിച്ചു. അല്ല, ഉറച്ചു വിശ്വസിച്ചു. എന്നിട്ടെവിടെ? ആദ്യം കൈയൊഴിഞ്ഞതും തള്ളി പറഞ്ഞതും ഒക്കെ അവരല്ലേ. ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. വേണു ആരെ നിരാശരാക്കില്ല. ഒന്ന് ചോദിച്ചോട്ടെ ഊർമിളെ, ഊർമിള എന്തിനാ ജീവിക്കുന്നത്? ഹരിക്ക് വേണ്ടി. ഒരു സുപ്രഭാതത്തിൽ ഹരി തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ താൻ ഇതുവരെ കാത്തുവച്ച ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? ഇത് വേണുവിന്റെ സ്വന്തം അനുഭവം പറയുന്ന. ഊർമിളയുടെ മനസ്സിലെ ഹരിക്ക് മേലെയായിരുന്നു എന്റെ മനസ്സിലെ മൃദുല. ആ മൃദുല എന്നെ തള്ളി പറഞ്ഞെങ്കിൽ നാളെ നിന്നെ ഹരി തള്ളി പറയില്ലെന്ന് എന്താ ഉറപ്പ്? ഉറപ്പില്ല. കാരണം ഹരിയും ഒരു മനുഷ്യനാ. ഒരു കണക്കിന് ഹരിയാ ഭാഗ്യവാൻ. നരകയാതനയുടെ വേദനയും പിടച്ചിലും ഒന്നും അവൻ അറിയുന്നില്ലല്ലോ. വേണു, മതി. വേണുവിന്റെ നന്മയ്ക്കായി വേണുവിന്റെ ജീവിതം, ഭാര്യ, കുട്ടികൾ ഒക്കെ തിരികെ കിട്ടാനായി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു മരണം കൊണ്ട് എല്ലാവരും അറിയുമെങ്കിൽ, തെറ്റിദ്ധാരണകൾ മാറുമെങ്കിൽ മരിക്കാനും ഞാൻ തയ്യാറാ.